ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 234 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 8-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിച്ച് നിർത്തിയത്. ആത്മീയ വിവാഹത്തിൽ ലഭ്യമാകുന്ന നമ്മുടെ ആത്മാവ് തമ്മിലുള്ള ഐക്യം, കൂട്ടായ്മ, അതെങ്ങനെയാണ് എന്ന് തെരേസ്യ വിശദീകരിക്കുകയാണ്. ഇതുവരെയുമുള്ള മുൻ സദനങ്ങളിലെ വിവരിച്ച ദൈവ ഐക്യ അനുഭവങ്ങൾ അത് ശക്തമായിരുന്നു, മനോഹരമായിരുന്നു. പക്ഷെ അതും ഇപ്പോഴത്തതുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമദർസ്യ പറയുകയാണ്. നേരത്തെ ഒരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. മെഴുകുതിരി, 2 മെഴുകുതിരികൾ കത്തുന്നത് ഒരുമിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ 2ൻ്റെയും തീനാളം ഒന്നായിട്ട് കാണപ്പെടും. പക്ഷെ വീണ്ടും അതിനെ തിരി മാറ്റിക്കഴിഞ്ഞാൽ 2 നാളമായിട്ട് തിരിക്കാനും പറ്റും. ഇതുപോലെയാണ് വിവാഹ നിശ്ചയം, 6-ാം സദനത്തിൻ്റെ അനുഭവം വരെ ഉൾപ്പെടെയുള്ള ദൈവൈക്യ അനുഭവങ്ങൾ. എപ്പം വേണമെങ്കിൽ 2ആകാവുന്ന അവസര കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഇവിടെ 7-ാം സദനത്തിലെ ഐക്യം ഒന്നാകൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ രീതി വ്യത്യാസമാണെന്ന് മദ്രസ പറയുകയാണ്. അപ്പം ഇതുവരെയുള്ള അനുഭവം, ബന്ധത്തിൻ്റെ അനുഭവം 2 മെഴുകുതിരിയുടെ നാളം പോലെയാണ്. തുടർന്ന് മദ്രസ പറയുകയാണ്, ഇവിടെ ആത്മീയ വിവാഹത്തിൽ ആണെങ്കിൽ ഒരു നദിയിലേക്ക് അഥവാ ഉറവിലേക്ക് ആകാശത്തിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ അത്രേ. വെള്ളമെല്ലാം ഒന്നിച്ച് കലർന്ന ശേഷം നദിയിലെ വെള്ളവും ആകാശത്തിൽ നിന്ന് വീണതും തമ്മിൽ ഭാഗിക്കാനോ വേർതിരിക്കാനോ സാധിക്കുകയില്ലല്ലോ. ഒരു ഉദാഹരണം, വീണ്ടും ഉദാഹരണം പറയുന്നത് കുറച്ചുകൂടെ നല്ല ഉദാഹരണം 2-ാമത്തേതാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ തോട്ടിലെ ജലം സമുദ്രത്തിൽ ഒഴുകിച്ചേർന്നാൽ പിന്നെ അതിനെ വേർതിരിക്കുക സാധ്യമല്ലല്ലോ. വീണ്ടും വേറൊരു ഉദാഹരണം, അത് നല്ല ഉദാഹരണം. 2 ജനലുകളുള്ള മുറിയിൽ വെളിച്ചം പ്രവേശിക്കുമ്പോൾ വെളിച്ചം വരുന്നത് 2 ഭാഗത്തു നിന്നും ആണെങ്കിലും രണ്ടും ഒന്നായി കലർന്നു പോകുമല്ലോ. അപ്പൊ ഇങ്ങനെ ചില ഉദാഹരണം പറയുന്നു. മദ്രസ പറയുകയാണ്, 7-ാം സദനത്തില് ദൈവം ആത്മാവിനെ തന്നോട് ഒന്നിപ്പിക്കുമ്പം അത് പിന്നെ ഏതാണ്ട് വേർതിരിക്കാൻ മേലാത്ത പോലെയുള്ള ഒരു ഒന്നിക്കലിൻ്റെ അനുഭവമാണ്. അങ്ങനത്തെ ഒരു ഒന്നിക്കലായിരുന്നില്ല ഇതിനു മുമ്പുള്ള സകല ദൈവ അനുഭവ, ദൈവ ഐക്യ അവസരങ്ങളെല്ലാം എന്ന്. 5-ാമത്തെ ഖണ്ഡിക, ദൈവത്തോട് ചേരുന്നവൻ ദൈവവുമായി ഒരു ചേതസ്സായി തീരുന്നു. ചേതസ്, സ്പിരിറ്റ് എന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 6:17 പറയുന്നത് പരിപാവനമായ ഈ വിവാഹത്തെക്കുറിച്ചായിരിക്കാം എന്ന് പറയുകയാണ്. ദൈവത്തോട് ചേരുന്ന വ്യക്തി ദൈവവുമായി ഒരു ചേതസ്, ഒരു സ്പിരിറ്റ് ആയിട്ട് ഭവിക്കുന്നു. സമാഗമം, യൂണിയൻ വഴി ദൈവം അതിനു മുമ്പ് ആത്മാവിൽ പ്രവേശിച്ചിരുന്നുവെന്ന് കരുതാമല്ലോ. എൻ്റെ ജീവൻ മിശിഹായാകുന്നു, മരണം എനിക്ക് ലാഭവും. ഫിലിപ്പിയ ലേഖനം 1-12 വാക്യം എന്നുകൂടി അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ ആത്മാവിനും അങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ മിശിഹായാണ്, എൻ്റെ ജീവൻ മിശിഹായിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ തോട്ടിലെ വെള്ളം സമുദ്രത്തിൽ ചേർന്ന് കഴിയുമ്പോൾ, നദിയിലെ വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുകി വീണ് കഴിയുമ്പോൾ പിന്നെ നദിയുടെ വെള്ളം സമുദ്രത്തിൽ ചേർന്നിരിക്കുകയാണ്. അതിനെ വേർതിരിക്കാൻ പറ്റുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ആത്മാവ്, ചേതസ് ദൈവത്തിൽ ചേർന്ന് ഒന്നായി ഭവിക്കുന്നു. പിന്നെ ദൈവത്തിൽ തന്നെ വേർപെടുത്താൻ ഏതാണ്ട് പറ്റുകയല്ലാത്ത പോലെയുള്ള അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ദൈവത്തോട് ചേരുന്നവൻ ദൈവവുമായി ഒരാത്മാവായി ഒരു ചേതസ്സായിട്ട് ഭവിക്കുന്ന അനുഭവം. വീണ്ടും മുൻപ് പറഞ്ഞ ചിത്രശലഭം അത്യധികമായ ആനന്ദത്തോടെ മൃതി അടയുന്നത് ഇവിടെ അത്രേ. അതിൻ്റെ ജീവൻ ഇപ്പോൾ മിശിഹ തന്നെയാണ്. അപ്പോൾ ചിത്രശലഭം, പട്ടുന്നൊരു പുഴു, അത് പറന്ന് യാതൊരു നേരത്തെ ആശ്രയവും ആശ്വാസവും എടുത്തിരുന്ന, ആനന്ദം എടുത്തിരുന്ന, ആസ്വാദനം അനുഭവിച്ചിരുന്ന മൾബറി ചെടിയുടെ തണ്ടും തളിർപ്പും ഇലയും കമർപ്പുള്ള പച്ചിലയും അതൊന്നും പറ്റാതെ പറന്ന് നടക്കുന്നു, തേനുണ്ട് നടക്കുന്നു. പക്ഷെ അതിന് ഒരു പോക്കടോ ഇല്ലാത്ത പോലെ ആയിപ്പോയി. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള അവസ്ഥ പറഞ്ഞു വെച്ചിരുന്നു. ഇതുപോലെയാണ് വീണ്ടും ദൈവത്തിൻ്റെ ആയിട്ട് മാത്രമായി രൂപാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലേക്ക് തെളിഞ്ഞു ഉയരുന്ന ആത്മാവിൻ്റെ അവസ്ഥ. അപ്പം അത് ഇങ്ങനെ ദൈവത്തിന് വിലയം പ്രാപിക്കുന്നു എന്നുള്ള ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നിച്ച് പറയുകയാണ്, ആ പട്ടുനൂൽപ്പുഴു, ചിത്രശലഭം അത് ഇല്ലെന്നാവുകയാണ്, ദൈവത്തിൽ ഒന്നായി ചേർന്ന് മരിക്കുകയാണ്. എൻ്റെ ജീവൻ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നത് പൗലോസ് പറയുന്ന അനുഭവം. ആ ചിത്രശലഭത്തിൻ്റെ ജീവൻ തീർന്നുപോയി, ഇനി അത് മറ്റൊന്നിലാണ് ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ വ്യക്തിപരമായ ഒരു
ആത്മീയ അനുഭവങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ അനുഭവമായിട്ട് ചേർന്ന് രൂപാന്തരപ്പെട്ട് ഒന്നായി ഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ജീവൻ ഇപ്പോൾ മിശിഹ തന്നെയാണ്. അപ്പോൾ എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, മരണം നേട്ടവുമാണ്. 6-ാമത്തെ ഖണ്ഡിക, കാലം മുന്നോട്ട് പോകും തോറും സിദ്ധിക്കുന്ന സൽഫലങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വിശദമാകും. അപ്പോൾ ഇതൊരു ആദ്യത്തെ അനുഭവം ഒന്ന് പറഞ്ഞു, അതിൻ്റെ മുന്നോട്ട് പറഞ്ഞു. ഇത് ഈ അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പം അതിൽ നിന്ന് കിട്ടുന്ന സൽഫലങ്ങളുണ്ട്. അടുത്ത അധ്യായത്തിൽ സൽഫലങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഈ കാര്യം വ്യക്തമാകും എന്ന് നമുക്ക് പറയണം. ദൈവമാണ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്ന ബോധം ചില അവ്യക്തമായ അഭിലാഷങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരും. ദൈവമാണ് നമ്മുടെ ആത്മാവ് ജീവൻ നൽകുന്നത്, വേറൊന്നുമല്ല. ചില അവ്യക്തമായ അഭിലാഷങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരും. ഇപ്പം നമുക്ക് അത്ര കൃത്യമല്ല നമുക്ക് തന്നെ ഉദ്ദേശിക്കുന്നുള്ളത്. പലപ്പോഴും സംശയാതീതമാവിധം അവ അത്യധികം തീവ്രമായിരിക്കും. ചില അഭിലാഷങ്ങൾ, തീവ്രമായ ചില അഭിലാഷങ്ങൾ. അത്യുഗ്രം എന്നതിന് കൂടുതലായ വിവരണമൊന്നും ആ അനുഭവത്തെക്കുറിച്ച് നൽകുവാൻ സാധിക്കുകയില്ല. അത്യുഗ്രമായ ചില അഭിലാഷങ്ങൾ ആത്മാവിൽ വരും. അത് നിശ്ചയമായും ദൈവത്തിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകരുതേ എന്നും ദൈവത്തിൽ എന്നും ഇങ്ങനെ ലയിച്ചായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ മേഖല ആയിരിക്കാം. അവിടെ വരും. വേറെ ആഗ്രഹമൊന്നും ഉണ്ടാകാനായിട്ട് ഈ സ്ഥിതിയിലുള്ള ആത്മാവിന് സാധിക്കുകയില്ലല്ലോ. ചിലപ്പോൾ ആ വികാര വിശേഷത്തെ അടക്കാൻ വശമില്ലാതെ എന്ന വണ്ണം ഉച്ചരിച്ചു പോകുന്ന ആ എൻ്റെ ജീവൻ്റെ ജീവനെ, എന്നെ താങ്ങി നിർത്തുന്ന അവലംബമേ ഇത്യാദി ഹർഷപൂരിതമായ വചനങ്ങൾ മാത്രം കേൾക്കാം. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇതാണ് അഭിലാഷങ്ങളുടെ മേഖല. എൻ്റെ ജീവൻ്റെ ജീവനെ. നമ്മൾ ആ ദാഹ ഗീതം ഇസബെല്ല് കൊച്ചു സിസ്റ്റർ രചിച്ചത് കേട്ടതിനെ പറ്റി അമദ്രസ്യ ആനന്ദ മൂർച്ഛയിൽ പെട്ടുപോയതിനെ പറ്റി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ആ പ്രതിസഹം നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ മുഴുവനും എന്നാണ് ഞാനൊന്ന് മരിക്കുക, നിന്നോടൊന്നായി എന്നാണ് തീരുക, നിന്നിൽ വിലയും പ്രാപിച്ചിരുന്നെങ്കിൽ, ഈ ഒരു ആഗ്രഹം തന്നെയാണ് കത്തി 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 നിൽക്കുന്നത്. വേറെ ഒന്നുമില്ല. അങ്ങനത്തെ അഭിലാഷങ്ങളാണ്, തീവ്ര അഭിലാഷങ്ങളാണ്, ഉഗ്രമായ അഭിലാഷങ്ങളാണ്. ഈ അഭിലാഷങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരും ഒരു കാര്യം: ഈ വ്യക്തിയുടെ ആത്മാവ് ഇനി വേറെ ഒന്നിലേക്കുമല്ല ചാഞ്ഞു ഒട്ടിയും ഒരുമിച്ച് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയും. ഇത്യാദി ഹർഷപൂരിതമായ വചനങ്ങൾ മാത്രം കേൾക്കാം ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും. ദൈവം ആത്മാവിനെ സദാ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവ്യ സ്ഥലങ്ങളിൽ നിന്നൂറുന്ന പീയൂഷ രശ്മികൾ കർമ്മത്തിൽ അധിവസിക്കുന്ന സകലർക്കും ഉന്മേഷം നൽകുന്നു. ദൈവം ആത്മാവിനെ സദാ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവ്യ സ്ഥലങ്ങൾ, ഒരമ്മ കുഞ്ഞിനെ പരിപോഷിപ്പിക്കുന്നത് സ്ഥലങ്ങളിൽ നിന്നുള്ള പാല് ഊട്ടിക്കൊണ്ടാണ്. കുഞ്ഞിനെ പാല് കൂടാതെ ജീവിക്കാൻ മേല, അത് അമ്മ ഊറ്റി ഊറ്റി കൊടുത്ത് കുടിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്ഥലങ്ങളിൽ നിന്നോറുന്ന പീയൂഷ രശ്മികൾ, അതിൻ്റെ മറ്റൊരു വിവർത്തനം റേസ് ഓഫ് മിൽക്ക്, പാലിൻ്റെ രശ്മികൾ, പോഷക രശ്മികൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാലാണത്. അതിങ്ങനെ ദൈവം ഊട്ടിക്കൊടുത്ത് കുടിപ്പിക്കുകയാണ്. പാട്ടിനകത്തുള്ള ചില പദപ്രയോഗങ്ങളിൽ നിന്നും കൂടിയാണ് ഇത് വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യസ്ഥാനങ്ങളിൽ നിന്നൂറുന്ന പീയൂഷ രശ്മികൾ അത് കർമ്മത്തിൽ അധിവസിക്കുന്ന സകലർക്കും ഉന്മേഷം നൽകുന്നു. കർമ്മത്തിൽ അധിവസിക്കുന്നവരാരൊക്കെയാണ്? നമ്മുടെ ആഭ്യന്തര കർമ്മ്യം, ദൈവമാണ് ഏറ്റവും അകത്ത്. ഇപ്പം നമ്മുടെ ആത്മാവിൽ ആ കർമ്മത്തിലുള്ളത് അന്തശക്തികൾ, നമ്മുടെ അവഗാഹം, അണ്ടർസ്റ്റാൻഡിങ്, ഭൗതിക മേഖല, ആത്മീയമായ ദൈവത്തെക്കുറിച്ച് അറിവ്, ഇച്ഛാശക്തി, വില്ല്, പിന്നെ അതിനപ്പുറത്ത് പുറമേയുള്ള ഭാവന, വിചാരങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും അവർ വസിക്കുന്ന പരിചാരകർ എന്ന് പറഞ്ഞ ആ വ്യക്തികൾ, ആ സാന്നിധ്യങ്ങൾ, അതിലെല്ലാം ഉന്മേഷം നൽകുന്ന അനുഭവമായിട്ട് മാറുകയാണ്. ആത്മാവ് സുഭിക്ഷമായി അനുഭവിക്കുന്ന വിഭവങ്ങളിൽ അവരും ഒരു വിധത്തിൽ പങ്കുകൊള്ളണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹമെന്ന് തോന്നുന്നു. ആത്മാവ് ചേതസ് മേഖലയെ പ്രത്യേകിച്ച് മുട്ടിയിരുന്നുകൊണ്ട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് കുടിക്കുന്നൊരനുഭവം, ചേതസ് ആത്മാവിലങ്ങ് നിറയുകയാണ്. അപ്പോൾ ആത്മാവ് മാത്രമല്ല, ആത്മാവിൻ്റെ പരിചാരകരായി പറഞ്ഞ മനസ്സും ബുദ്ധിയും ഭാവനയും എല്ലാം അതിൻ്റെതായ കരുത്ത്, സുഭിക്ഷത അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം തോന്നും. തന്നിമിത്തം ചെറിയ തോട് ഒഴുകി വീണ് ലയിച്ച മഹാനദിയിൽ നിന്ന് ഒരു കൈവഴി മൂലം അതിലെ കുറേ ജലം ചിലപ്പോഴൊക്കെ പുറപ്പെട്ട് പരിണിതരായ ആ 2 പേർക്കും ശാരീരിക ശുശ്രൂഷ ചെയ്യുന്നവരെ
പരിപോഷിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അവിടെ തിരുമനസ്സായിരിക്കുന്നത്. വലിയൊരു ചെറിയ നദി ചെന്ന് കയറിയിരിക്കുന്ന മഹാനദി, അല്ലെങ്കിൽ നദി ചെന്ന് ചേർന്നിരിക്കുന്ന മഹാസമുദ്രം, അതാണല്ലോ ഒന്നാകല്. ആ സമുദ്രത്തിൽ നിന്നല്ലെങ്കിൽ മഹാനദിയിൽ നിന്ന് ചെറിയ ചില കൈവഴികൾ മൂലം ചിലപ്പോൾ തിരിച്ച് ജലം വന്നിട്ട് പരിണീതരായ ആ രണ്ടു പേർക്കും ശാരീരിക ശുശ്രൂഷ ചെയ്യുന്നവരെ പരിപോഷിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. രണ്ടുപേർ ഉദ്ദേശിക്കുന്നത് അന്തഃശക്തികൾ, അമൃതത്തിൽ രണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ബുദ്ധി, അതുപോലെ തന്നെ ഇച്ഛാശക്തി എന്ന് പറയുന്ന വില്ല്, മനസ്സ്. അങ്ങനെ പക്ഷെ ചിന്തയുടെ ഇച്ചിരി പുറമേ ഉള്ളതാണ്, ഭാവന പുറമേ ഉള്ളതാണ്. ഈ രണ്ട് ശക്തികളാണ് ഇച്ഛാശക്തിയും ബൗദ്ധിക അവബോധവും, അണ്ടർസ്റ്റാൻഡിങ്ങും. അവർക്ക് രണ്ടു പേർക്കും ശാരീരിക ശുശ്രൂഷ ചെയ്യുന്നവരെ പരിപോഷിപ്പിച്ച് കൊള്ളട്ടെ എന്നാണ് ദിനമനസ്സായിരിക്കുന്നത്. അപ്പം അവരെയും കൂടെയുള്ള മറ്റ് പരിചാരക വൃന്ദങ്ങളെ എന്നാണ് എനിക്ക് തിരിയുന്നത് പറഞ്ഞ് വായിച്ചു വന്നിട്ട്, ഒരാളെ പെട്ടെന്ന്, ഇനി ആ ഒരു അനുഭവം എന്താണ്? ഒരാളെ പെട്ടെന്ന് വെള്ളത്തിൽ ആഴ്ത്തുകയാണെങ്കിൽ എത്ര അശ്രദ്ധനായിരുന്നാലും അതിൻ്റെ അനുഭൂതി നിഷേധിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ലല്ലോ. എത്ര അശ്രദ്ധമായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും, ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആളാണെങ്കിൽ പോലും, ഒരു വ്യക്തിയെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കിയാൽ അപ്പോഴേ ആ നനവ്, തണുപ്പ് അത് വന്നിട്ട് അത് അറിയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ, അഥവാ കൂടുതൽ ഉറപ്പോടെ ഞാൻ ഇവിടെ വിവരിക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളും അനുഭവസ്ഥമായിരിക്കും. എന്നുവെച്ചാൽ ആന്തരികമായ ഈ ഒരു ദൈവൈക്യ അനുഭവം ചേതസ്സിൽ ആത്മാവിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ അനുഭവം ആത്മാവിൽ ഉള്ള മറ്റ് ആന്തര ശക്തികൾ, ആത്മീയ ശക്തികൾ, ആന്തരേന്ദ്രിയങ്ങൾ, അവയിലേക്കെല്ലാം ഈ വെള്ളത്തിൽ പെട്ടെന്ന് മുക്കുന്ന വ്യക്തി തണുപ്പും വെള്ളവും നനവും പോലെ, ഉണരുന്ന പോലെ, അറിയുന്ന പോലെ ഒരു അനുഭവം തിരിച്ചറിയുമെന്നാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ജലനിപാതം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ഉത്ഭവസ്ഥാനം ഉണ്ടായിരിക്കണമല്ലോ. അതുപോലെ ഈ അസ്ത്രങ്ങൾ അയക്കുകയും ഈ ജീവന് ജീവൻ നൽകുകയും ചെയ്യുന്ന ഒരാൾ ഉള്ളിലുണ്ടെന്ന് സ്പഷ്ടമത്രേ. അപ്പം ഒരു വ്യക്തി ഉള്ളിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലെയുള്ള ആത്മീയ അനുഭവം, സ്നേഹത്തിൻ്റെ വലിയ തരംഗങ്ങൾ, നദികൾ പോലെ ഒഴുകുന്ന അനുഭവം, അത് നൽകുന്ന ഒരു ഉറവിടമകത്തുണ്ട്. ആ ഉറവിടമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വരട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും എന്ന് പറയുന്ന പോലെ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും വന്നിട്ട് ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ എല്ലാ തലങ്ങളെയും ആ ദൈവസ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ, സായുജ്യത്തിൻ്റെ അനുഭവത്തിൽ നിറയ്ക്കുകയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തന ശക്തികളിലേക്ക് ഫാക്കൾട്ടീസ്, പ്രകാശ ധോരണി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യനും അവിടെയുണ്ട്. ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ഉള്ളിൽ നിന്ന് പുറമേയുള്ള ഫാക്കൾട്ടീസ്, ആത്മാവിലുള്ള എല്ലാ പരിചാരകരും പ്രകാശത്തോടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അവിടെയുണ്ട്. ആത്മാവ് ഞാൻ പറഞ്ഞതുപോലെ ആ കേന്ദ്രത്തിൽ നിന്ന് വ്യതിചരിക്കുകയോ അവിടെ സമാധാനം ശിഥിലീഭവിക്കുകയോ ചെയ്യുകയില്ല. സ്ത്രീഹന്മാരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, യോഹന്നാൻ 20:19, അവർക്ക് സമാധാനം നൽകിയ കർത്താവിന് ആ സമാധാനം തന്നെ ഈ ആത്മാവിന് നൽകാൻ സാധിക്കും. കഥകടശാകത്തിരുന്ന അപ്പസ്തലന്മാരുടെ മുന്നിൽ യേശു പ്രത്യക്ഷപ്പെട്ട് സമാധാനം എന്ന് പറഞ്ഞു, സമാധാനം നിങ്ങളുടെ കൂടെ. അതുപോലെ തന്നെ ഈ കഥകടച്ച് ഉള്ളിലിരിക്കുന്ന ആത്മാവിന്, ചേതസ്സിന്, ആന്തരിക ശക്തികൾക്കെല്ലാത്തിനും വലിയൊരു ദൈവിക സമാധാന സ്നേഹാനുഭവം നൽകാനായിട്ട് സാധിക്കും. അവരെല്ലാവരും ഇത് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് നമുക്ക് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.